എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും റംസാൻ നിലാവളി ഇഫ്താർ വിഭവങ്ങളുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഇഫ്താർ വിഭവം ഒരുക്കുന്നതും കൊല്ലത്ത് നിന്ന് വന്ന് പൊന്നാനിയുടെ മരുമകളായി മാറിയിട്ടുള്ള ഡോക്ടർ റസിയാണ്. റസിയുടെ വളരെ ഹെൽത്തിയർ ആയിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരുക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നും ഡോക്ടറുടെ വിശേഷങ്ങളും ഇന്ന് നമുക്ക് ഡോക്ടറോട് ചോദിച്ചറിയാം. വീണ്ടും ഞാൻ ഡോക്ടറെ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം എല്ലാ പ്രേക്ഷകർക്കും ഈ ഒരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഡോക്ടർ റസിക്ക് നമ്മുടെ ഇഫ്താർ വിഭവങ്ങളിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് ഇന്ന്? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഹെൽത്തിയർ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണ് ഇന്ന് ഡോക്ടർ നമുക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്? അതിനു മുമ്പ് ഇപ്പം നോമ്പ് കാലമാണ്, പോരാത്തതിന് നല്ല ചൂടും. ഓക്കെ, അപ്പം നമ്മൾ നോമ്പുള്ളവരും നോമ്പില്ലാത്തവരും ഒരുപാട് ശ്രദ്ധിക്കണം. നോമ്പുള്ളവർക്കാണെങ്കിൽ ഇപ്പോൾ പകൽ സമയത്ത് വെള്ളം കുടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നോമ്പ് തുറന്നു കഴിഞ്ഞിട്ടും നോമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് മുമ്പ് വരെയും നമുക്കിങ്ങനെ കുറച്ച് ഹെൽത്തി ആയിട്ട്, അതായത് ഈ ഒരു കാലാവസ്ഥയിൽ കുറച്ച് ലിക്വിഡ് ഫോമിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഹെൽത്തിന് അതായിരിക്കും നല്ലത്. പിന്നെ കഴിയുന്നതും നോൺ വെജ് ഒഴിവാക്കുക. ഓക്കെ, കാര്യം ഇപ്പം നല്ല ചൂടാണ്. അപ്പം നോൺ വെജ് ഒഴിവാക്കുക. കഴിക്കാം വല്ലപ്പോഴും. നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരെല്ലാവരും കേട്ടിട്ടിനി നമ്മൾ ചീത്ത പറയണ്ട, നോൺ വെജ് കഴിച്ചോളൂ. പക്ഷെ നമുക്ക് അത് സാധാരണ രീതിയിൽ കഴിക്കുന്ന പോലെ വാരി വലിച്ച് കഴിക്കണ്ട. അപ്പം നമുക്ക് പച്ചക്കറികളും ഫ്രൂട്ട്സും പിന്നെ ലിക്വിഡ് ഫോമിൽ മാക്സിമം ഫുഡ് കഴിക്കാൻ ശ്രമിക്കാം. അതായിരിക്കും നമ്മുടെ ഹെൽത്തിന് നല്ലത്. സാധാരണ നോമ്പ് പറയുമ്പോൾ എന്താ പറയുക, ചില യൂട്യൂബ് ചാനലിലൊക്കെ അങ്ങോട്ട് സീരീസ് ആയിട്ടാണ് തുടങ്ങുക. അതിലെല്ലാം മാക്സിമം എണ്ണ, നോൺ വെജ് ഐറ്റംസ് ആണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് നമ്മുടെ പ്രേക്ഷകരുടെ ഒരു ഹെൽത്ത് കോൺഷ്യസ് ഒരു മൈൻഡും കൂടെ നോക്കിയിട്ടാണ്. കാരണം ഏറ്റവും അധികം ഡിഹൈഡ്രേഷൻ സംഭവിക്കുന്നതും പിന്നെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അല്ലെ, UV റേസിൻ്റെ ഒക്കെ ഒരു വികിരണമൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ ഏറ്റവും നല്ലത് ഫാസ്റ്റിങ്ങിന് ശേഷം ദാഹവും വിശപ്പും ഒരേപോലെ ശമിപ്പിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വിഭവമാണ് ഇന്ന്. നമുക്ക് ഒരു ഡ്രിങ്ക് ആണോ, എങ്ങനെയാണ്, സെമി ഫ്ലൂയിഡ് ആണോ, എങ്ങനെയാണ്? ഇത് പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അതായത് നമുക്കിപ്പോൾ ഒരു നല്ല വെള്ളത്തോടു കൂടി ഒരു ഡ്രിങ്ക് ആയിട്ട് നമുക്കിത് എടുക്കുകയും ചെയ്യാം. പിന്നെ അല്ലാതെ പായസം പോലെ കഴിക്കാം. പിന്നെ തണുപ്പ് അധികം യൂസ് ചെയ്യാത്തവർക്ക് ഇത് ഫ്രിഡ്ജിൽ ഉപയോഗിക്കാതെ വെച്ച് യൂസ് ചെയ്യാതെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ കുറച്ച് ചൂടോടെ വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ നല്ല തണുപ്പ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം. ഇതിന് നമ്മുടെ കഴിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഏത് ഫോമിലേക്കും മാറ്റാം എന്നുള്ളൊരു പ്രത്യേകതയും കൂടി ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ എന്നാൽ പിന്നെ നമ്മൾ കൂടുതൽ ഇതിനെക്കുറിച്ച് വർണ്ണിക്കാതെ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ ഇത് ഉണ്ടാക്കണമെന്ന് നോക്കാം. ആളുകൾക്ക് കൂടുതൽ അത് അറിയാനായിരിക്കും താല്പര്യം. നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടുത്തുമോ? ഇത് നമുക്ക് വേണ്ടത് സേമിയ വേണം, കസ്റ്റാർഡ് പൗഡർ വേണം, പിന്നെ ഷുഗർ വേണം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൈനാപ്പിൾ ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. പൈനാപ്പിൾ ഉപയോഗിക്കാവുന്നവർക്ക് ഉപയോഗിക്കാം. കാര്യം നമ്മൾ ഈ ഫുഡ് നോമ്പിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതായത് ഈ നോമ്പ് എടുത്ത ആൾക്കാർക്ക് ഫുഡ് കഴിക്കാതിരുന്നിട്ട് ഈ പൈനാപ്പിൾ നമ്മളുടെ വയറിൽ ചെല്ലുമ്പോൾ പിന്നെ വയറ്റ് എരിച്ചിൽ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇവിടെ പൈനാപ്പിൾ എടുത്തിട്ടില്ല. പിന്നെ ഞാൻ ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്, ആപ്പിൾ ഉണ്ട്, ചെറി ഉണ്ട്, പിന്നെ നട്ട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിസ്തയും കാഷ്യൂനട്ടും ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അനാറ്, ഇവിടെ അനാറെന്നല്ലേ പറയുന്നത്? അനാറ് പറയും, ചിലര് മാതളം അങ്ങനെയും പറയും. എൻ്റെ നാട്ടിൽ മാതളമാണ് പറയുന്നത് കേട്ടോ. അപ്പം മാതളം എടുത്തിട്ടുണ്ട്, പിന്നെ ചെറുപഴം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പാലാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. പാലും സേമിയയും. ഓക്കെ, സേമിയ വന്നിട്ട് നമുക്ക് ഈ ഒരു കുനാഫയ്ക്കൊക്കെ യൂസ് ചെയ്യണ പോലെയുള്ള വളരെ തിന്നായിട്ടുള്ള സേമിയാണ് ഇവിടെ ഡോക്ടർ എടുത്തിട്ടുള്ളത്. ഇത് ഓൾറെഡി വറുത്ത് വെച്ചിരിക്കുന്ന സേമിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പം വറുക്കാത്ത സേമിയ ഉണ്ടെങ്കിൽ നമ്മൾ അതൊരു കുറച്ച് നെയ്യ് യൂസ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഓക്കെ, പിന്നെ പഞ്ചസാര വേണമെങ്കിൽ അതും താല്പര്യം പോലെയാണോ? താല്പര്യം പോലെയല്ല, നമ്മൾ മോസ്റ്റ്ലി ഇത് നമ്മൾ ഒരു ഡെസേർട്ട് ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് മധുരം വേണം. പിന്നെ ഷുഗർ ഡയറ്റ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് പഞ്ചസാരയ്ക്ക് പകരം ഹണി ചേർക്കാം. ഓക്കെ, ഹണി ആയിരിക്കും ഹെൽത്തി. നമ്മൾ എന്താ പറയാ, ചില സമയത്ത് ചില വിട്ടുവീഴ്ചകളൊക്കെ നമ്മളുടെ ഷുഗർ കട്ടുള്ള ആളുകൾ സൺഡേസിലൊക്കെ അത് ചീറ്റ് ഡേ ആയിട്ട് യൂസ് ചെയ്യാമല്ലോ. അതേപോലെ വേണമെങ്കിലൊക്കെ ചെയ്യാം. പക്ഷേ ഡോക്ടർ പ്രിഫർ ചെയ്യുന്നത് ഹണി യൂസ് ചെയ്യുന്നതും നന്നായിരിക്കും. അപ്പം എന്നാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോയാലോ? ഓക്കെ,
ഇതിപ്പോൾ നമ്മൾ എത്ര പേർക്കായിരിക്കും കുടിക്കാൻ? ഇത് ഏകദേശം 1 കവർ പാലാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മുടെ പാക്കറ്റ് പാലില്ലേ, അപ്പോൾ 1 കവർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെള്ളം ചേർക്കാതെ. ഓക്കെ. അപ്പോൾ ഏകദേശം ഇതൊരു 2 പേർക്കൊക്കെ കഴിക്കാനുള്ള ആ ഒരു ഫോമിൽ. ഓക്കെ. ഇനിയിപ്പോൾ അഥവാ അധികം ആളുകളൊക്കെ വരുന്ന പ്രോഗ്രാമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാലിൻ്റെ അളവും ഫ്രൂട്ട്സിൻ്റെ അളവും അതിനനുസരിച്ചിട്ട് കൂട്ടിയാൽ മതി. എന്തായാലും പണിയായത്. പിന്നെ എന്തൊക്കെയാ ഡോക്ടർ വിശേഷങ്ങൾ? ഡോക്ടർ എവിടെയാണ് ഇപ്പോൾ കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ? ഞാനിപ്പം എൻ്റെ കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് എൻ്റെ ക്ലിനിക്ക് നമ്മുടെ പൊന്നാനി ജിം റോഡിലാണ്. ഓക്കെ. ക്ലിനിക്കിൻ്റെ പേരെന്താണ്? ഡോക്ടർ നസീഹ ഹോമിയോപ്പതി ക്ലിനിക്ക്. അപ്പോൾ പൊന്നാനിയിലെ അധിക പേർക്കും പരിചിതമായിട്ടുള്ളൊരു ക്ലിനിക്കും ഡോക്ടറും ആയിരിക്കും ഡോക്ടർ റസി. അപ്പോൾ പൊന്നാനി ജിം റോഡിലുള്ള ഡോക്ടർ നസീഹാസ് ക്ലിനിക്കിലെ ഡോക്ടറാണ് റസി. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ തുടക്കത്തിൽ പ്രേക്ഷകർക്ക് വേണ്ടി പറയണ്ടായി, കൊല്ലത്ത് നിന്ന് വന്നിട്ട് ഇവിടെ നമ്മുടെ ഒരു മരുമകളായിട്ട് മാറിയത് എങ്ങനെയാണ്, അതിൻ്റെ ഒരു ഇത് പഠിച്ചതൊക്കെ? സ്വന്തം നാട് കൊല്ലം. എൻ്റെ സ്വന്തം നാട് കൊല്ലത്താണ്, ഹസ്ബൻഡിൻ്റെ സ്ഥലമാണ് ഇവിടെ. ഓക്കെ. അപ്പോൾ കല്യാണം കഴിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ സ്റ്റഡീസൊക്കെ ഇനി MD അങ്ങനെ വല്ല പ്ലാനിങ്ങും ഉണ്ടോ? ഓക്കെ. ഇനി ഭാവിയിൽ ആവാം. അതെ. ഈ പാലൊന്ന് ചൂടായി വരണം കേട്ടോ. തിളയ്ക്കണോ അല്ലെങ്കിൽ ജസ്റ്റ് ചൂടായാൽ മതിയോ? അത് ഒന്ന് തിളച്ച് വരുന്ന ആ ഒരു പരുവം. പിന്നെ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വേവുന്ന രീതിയിൽ എടുക്കണമല്ലോ. ഓക്കെ. ഇപ്പൊ പാലൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചൂടാകുമ്പോഴത്തേക്ക് താങ്കളുടെ വിശേഷം? എൻ്റെ വിശേഷം കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കേരള വിഷൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഇങ്ങനെ ഓരോരോ റെസിപ്പീസ് തപ്പി നടക്കുന്നു, അത് കിട്ടുന്നു. പിന്നെ ഏറ്റവും നല്ലത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എത്തിച്ചു കൊടുക്കുക എന്നുള്ളതിലാണ് ഡോക്ടറിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഡോക്ടർ റെസിപ്പീസ് ആകുമ്പോൾ നമുക്ക് എന്താണ്, നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഹെൽത്തി ആവണം. പിന്നെ റംസാൻ ആകുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ഈ പറഞ്ഞ പോലെ നോമ്പ് തുറക്കുമ്പോൾ എല്ലാവർക്കും ഒരു എന്താ പറയുക, ഭക്ഷണത്തിനോട് കൂടുതലൊരു താല്പര്യം തോന്നും. പക്ഷെ ആ സമയത്ത് അധിക പേരും ഈ പറഞ്ഞ പോലെ ഹെൽത്തിന് അത്ര നല്ല അല്ലാത്ത കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. ഇപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് പൈനാപ്പിളിൽ ഇങ്ങനെ ഒരു അപകടമുള്ള വിവരം എനിക്ക് മനസ്സിലാവുന്നത്. സാധാരണ എല്ലാവരും ഫ്രൂട്ട്സ് നല്ലതല്ലേ പറഞ്ഞിട്ട് ഈ ടൈപ്പ് ഫ്രൂട്ട്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? ഞാനൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോഴാണ് ഡയറ്റ് ചെയ്യുന്നവര് കൂടുതലും പൈനാപ്പിൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ചിലവർക്ക് അത് വയറിന് നല്ലതായിട്ട് തോന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും, വയറരിച്ചിൽ പോലുള്ള അസുഖങ്ങളൊക്കെ വരും. അപ്പം അങ്ങനെയുള്ളവർ പൈനാപ്പിൾ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒഴിവാക്കും. പകരമായിട്ട് ഈ വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള, അതെ നമ്മുടെ വാട്ടർമെലൺ അങ്ങനെയൊക്കെ. വാട്ടർമെലനൊക്കെയാണ് ഏറ്റവും ബെറ്റർ നോമ്പ് കാലത്ത്. അപ്പം പാലൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ സേമിയ ഇതിലിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ 1 കപ്പ് സേമിയാണ്, 1 കപ്പ് ഫുൾ എടുത്തിട്ടില്ല, 1/4. അതെ, 1/4. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നാട്ടിലേക്കുള്ള പോക്കുവരവൊക്കെ ഇപ്പം അടുത്ത് പോയിട്ടുണ്ടോ? ഇനി ഇതിനാണോ? ഇനി ഇതിന്. ഓക്കെ. എന്താ ഇത് ഷോപ്പിങ്ങും പരിപാടികളൊക്കെ തുടങ്ങിയോ? ഇല്ല, പതുക്കെ കൊണ്ട് തുടങ്ങാം. ഇപ്പൊ എല്ലാവരും ഓൺലൈൻ വഴിയല്ലേ. അതെ, അതാകുമ്പോൾ സമയവും ലാഭമാണ്. അല്ല, ഡോക്ടർക്ക് കൺസൾട്ടിങ് ഓൺലൈൻ ഉണ്ടോ? ഓൺലൈൻ കൺസൾട്ടിങ് ഉണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നു? ഞാൻ ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഇല്ല, ഒരു ടീച്ചറിന്റെ അടുത്താണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതല്ലേ, ഒരു ഡോക്ടറുടെ അടുത്ത് ഞാനും. അപ്പോൾ 2 വ്യത്യസ്ത പ്രൊഫഷൻ ആണെങ്കിലും കുക്കിങ്ങിന്റെ കാര്യം വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരുമയാണ് അല്ലേ? അത് പ്രത്യേകിച്ചും ഭക്ഷണം കഴിക്കാനും അതേപോലെ കഴിപ്പിക്കാനും ഇഷ്ടമുള്ള 2 ആൾക്കാരാകുമ്പോൾ അത് കൂടുതൽ നന്നായിരിക്കും. എന്തൊക്കെയാണ് നോമ്പിന്റെ മെയിൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് സമയം കിട്ടാറുണ്ടോ? സമയം കിട്ടാറുണ്ട്. നമ്മൾ അതനുസരിച്ചിട്ടുള്ളൊരു ടൈം ഷെഡ്യൂൾ. ഓക്കെ. പേഷ്യൻസിന് മാക്സിമം ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നമ്മുടെ ഡ്യൂട്ടി അല്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ഇല്ലേ, അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലൊഴിക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ബൗൾ എടുക്കണം കേട്ടോ. എന്നിട്ട് ആ 1 സ്പൂൺ എടുത്തോ. അപ്പോൾ ഈ ബൗളിലേക്ക് ഞാൻ ഇതിൽ നിന്ന് കസ്റ്റാർഡ് പൗഡറാണിത്, ഈ പൗഡർ ഒരു 2 സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തു.
കുറച്ച് പാല് അത് മിക്സ് ചെയ്യാൻ അതെ. വേണ്ടിയിട്ട്. കാര്യം നേരിട്ട് നമ്മൾ ഈ പൗഡർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ. അതുകൊണ്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ. ഈ സമയത്തൊക്കെ ഫ്ലെയിം ലോ ഫ്ലെയിം ആവാൻ ശ്രദ്ധിക്കണം. അതർവൈസ് നമ്മളിത് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും പാലും സേമിയും വേറെ വഴിക്ക് അതെ അതെ പോകാൻ സാധ്യതയുണ്ട്. ഇത് ഒഴിക്കുമ്പോൾ കളറും അതെ ഒന്ന് മാറും. ടേസ്റ്റും ഒക്കെ ഒന്ന് ചേർക്കാം. പല കുട്ടികളുടെയും ഒരു ഫേവറേറ്റ് സാധനമാണ് കസ്റ്റാർഡ്. കസ്റ്റാർഡുള്ള പുഡിങ്ങും കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇപ്പം ഇതിൻ്റെ ഏകദേശം ഒരു കളറൊക്കെ മാറി സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പം ഒരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടല്ലേ? കൊതിയിരുന്നുണ്ടോ? സോറി. ഈ നോമ്പിനൊക്കെ ഈ കുക്കറി ഷോ എന്ന് പറയുന്ന ഒരു ടാസ്ക് ആണല്ലേ? അഡ്വഞ്ചറസ് ടാസ്ക് ആണ്. പക്ഷെ എന്നാലും എന്താ പറയുക, നമ്മുടെ വീടുകളിലുള്ള പാരൻസിന് അല്ലെങ്കിൽ വീട്ടിൽ മെയിനായിട്ട് അടുക്കള കൈകാര്യം ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ഈ സമയത്ത് കൂടുതലായിട്ട് നമിക്കേണ്ടത്. കാരണം ഒന്നിനും പ്രോപ്പറായിട്ട് ഉപ്പ് നോക്കാനോ അല്ലെങ്കിൽ മധുരം ഉണ്ടോ എന്ന് നോക്കാനൊന്നും പറ്റില്ലെങ്കിലും പെർഫെക്റ്റ് ആയിരിക്കും. അങ്ങനെ ഇതുവരെ എൻ്റെ ഒരു അനുഭവത്തിൽ അങ്ങനെ വിഭവങ്ങൾക്കൊന്നും ഉപ്പില്ലാണ്ടോ അല്ലേ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല. കാരണം എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ടുള്ളൊരു ശീലത്തിൻ്റെ പുറത്തായിരിക്കും. എന്തായാലും ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഞാൻ അക്കാര്യം ആലോചിക്കുന്നത്, നോമ്പിന് ഉള്ള ഈ ഒരു ടാസ്ക്. പിന്നെ ഇനി നമ്മൾ ഇടയ്ക്കൊരു സംഭവം മിക്സ് ചെയ്യാൻ മറന്നുപോയി. എന്താണ്? കണ്ടുപിടിച്ചോ? എനിക്ക് ഓർമ്മയുണ്ട്. ഞാനത് നിങ്ങളുടെ ആ ഒരു മെമ്മറി പവർ എന്താന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പഞ്ചസാരയാണോ? അതെ. താങ്ക്സ്. അത് ഇവിടെ ഇരിക്കുന്നത് കൊണ്ടാണോ? അല്ല അല്ല അല്ല, ഞാനേ നോക്കുമ്പോൾ മിക്സ് ചെയ്യുന്ന ഒന്നിപ്പോൾ ഇതിൽ ഫ്രൂട്ട്സസ് ഒന്നും മിക്സ് ചെയ്യേണ്ടതല്ലോ, അങ്ങനെ നോക്കിയിട്ട് കണ്ടുപിടിച്ചതാണ്. ശരി. ഇത് നമ്മൾ ഏകദേശം ഒരു കണ്ടോ നേരത്തെ അത്രയും വെള്ളമില്ല, ഒന്ന് ചെറുതായിട്ട് ഒന്ന് കുറുകി കേട്ടോ. അപ്പം നമ്മൾ ആവശ്യത്തിന് ചേർക്കാം. നല്ല മധുരം വേണമെങ്കിൽ നല്ല മധുരം അങ്ങനെ ഇട്ട് കൊടുക്കുക. കൊടുത്തിട്ട് വീണ്ടും കുറച്ച് ചേർക്കാം. നമ്മളിപ്പോൾ ഒരു മീഡിയം മധുരം വേണ്ട ആളുകൾക്കുള്ള രീതിയിലാണ് ചെയ്യണേ. ശരി. ഇനി ഇതിൽ വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ വല്യപ്പന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഏലക്കയുടെ ഒരു ടേസ്റ്റ് ഇഷ്ടമായിരിക്കും. അങ്ങനെ വേണമെങ്കിൽ അവർക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുഞ്ഞു പിള്ളേർക്കുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ഇരണ്ട, നോക്കിയും കണ്ടൊക്കെ ചെയ്ത് കൊടുക്കുക. നോക്കിയും കണ്ടുമൊക്കെ ചെയ്യുക എന്നുള്ള അഡ്വൈസ് ആണ് മെയിൻ. കുക്കിംഗ് അല്ലേ? അതെ. ചിലരുടെ ഇഷ്ടങ്ങളില് വേറെ ചിലർക്ക് ഇഷ്ടപ്പെട്ടോളന്നില്ലല്ലോ. ഇനി നമുക്ക് ഈ പഴം ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. പഴം ഞാൻ എടുത്തേക്കുന്ന ചെറുപഴമാണ് കേട്ടോ. റോബസ്റ്റ് യൂസ് ചെയ്യേണ്ടവർക്ക് അത് പറ്റും, യൂസ് ചെയ്യാം. ഡോക്ടർ യൂസ് ചെയ്തിരിക്കുന്നത് ചെറിയ പഴമാണ്. ഇപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ജിം അതേപോലെ ഡയറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യുക റോബസ്റ്റ് പോലെയുള്ള കുറച്ചും കൂടെ സ്വീറ്റ് ടേസ്റ്റ് കുറവുള്ള പഴങ്ങളായിരിക്കും. പിന്നെ നമ്മുടെ അനാറ് നല്ല കളർഫുൾ ആയില്ലേ? അല്ല, കാണാനുള്ള ഭംഗി ഞാൻ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ ഈ അനാറ് വരുമ്പോൾ ഒരു 3D എഫക്റ്റ് ആണ് ഈ അതിൻ്റെ ആ ഒരു എന്താ മണിമണീസ്. പക്ഷെ ഞാൻ ഈ സ്വീറ്റ് ഡെസേർട്സിനൊന്നും ഞാൻ അത്ര എക്സ്പേർട്ട് അല്ല. ഞാൻ പൊതുവേ കുറച്ച് സ്പൈസസ് ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇപ്പോൾ ബിരിയാണി ആ ഒരു കുറച്ച് ഹെവി ഐറ്റംസ് ആണ്. ഡോക്ടർക്കിടെ ഇത് തൊലി കളഞ്ഞ ആപ്പിള് നിർബന്ധമാണോ? നിർബന്ധമാണ്. തൊലി കളഞ്ഞ് യെസ്, തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചത്. ഓക്കെ. എങ്ങനെ കുക്ക് ചെയ്യുന്ന ഇടയ്ക്ക് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാറുണ്ടോ? ടേസ്റ്റ് ചെയ്ത് അല്ല, ആക്ച്വലി ഞാൻ കുക്ക് ചെയ്യണ വിഭവങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് എന്നെ പ്രൊമോട്ട് ചെയ്യാറുള്ളത് എൻ്റെ മദർ ഇൻ ലോ ആണ്. കാരണം ഞാൻ എന്തുണ്ടാക്കിയാലും ഇതുവരെ ആള് അങ്ങനെ മോശമായിട്ടൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. സീരിയസ്ലി, സത്യമായിട്ടും ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മേനോട് പറയുമ്പോൾ പറയും മേ ബി അത് എന്നെ വിഷമിപ്പിക്കേണ്ട വിചാരിച്ചിട്ടായിരിക്കും. പക്ഷെ എന്നാലും അത് നമുക്കൊരു കോൺഫിഡൻസ് ആണ്. ആക്ച്വലി നമ്മൾ ഉണ്ടാക്കിയത് മോശമായാലും ആള് വളരെ കാമായിട്ട് പറയുള്ളൂ, കുറച്ച് ഉപ്പ് കൂടുതലാട്ടോ അങ്ങനെ പറയുള്ളൂ. അപ്പോൾ നമുക്ക് അയ്യോ കുറച്ച് കുറയ്ക്കായിരുന്നു അങ്ങനെ ഒരു സംഭവം വരില്ലേ. അങ്ങനെ അതുകൊണ്ടിപ്പോൾ പിന്നെ നമുക്ക് കുറേ ആൾക്കാർക്ക് ഉണ്ടാക്കാനൊരു ധൈര്യം തരും. നമ്മൾ കുറച്ച് പേർക്കല്ലേ ഉണ്ടാക്കുള്ളൂ. നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരുവിധം
അത്യാവശ്യം നന്നായി അങ്ങനെയൊക്കെ ചെയ്യും. ഈ സെയിം അവസ്ഥയാണ് എൻ്റെതും. എൻ്റെ മദറിലോയും അതേപോലെയാണ്. അപ്പോൾ ഇവിടെ പ്രോഗ്രാം കാണാൻ വേണ്ടി ആൾ വന്നിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അത് ഭയങ്കര ഒരു ലക്കാണ് ആക്ച്വലി. നമ്മൾ കല്യാണം കഴിച്ച് വേറെ വീട്ടിലേക്ക് ചെല്ലുന്നു എന്നൊരു ഫീലിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ അമ്മമാർ തന്നെയാണെന്നുള്ളൊരു ഫീൽ കിട്ടുമ്പോൾ അത് നമുക്ക് തരുന്ന കോൺഫിഡൻസ് വേറെയാണ്. ശരിക്കും ഞാൻ എൻ്റെ ഉമ്മടുത്ത് പറയാറുണ്ട് കേട്ടോ, ഉമ്മ എൻ്റെ അമ്മായിയമ്മയും അമ്മായിയമ്മ എൻ്റെ ഉമ്മയാണെന്ന്. അല്ലേ, നമ്മുടെ ഉമ്മമാർ എന്തെങ്കിലുമൊക്കെ പറയും, അങ്ങനെ ചെയ്യാൻ ചീത്ത പറയും ചിലപ്പോ, പക്ഷെ അവരങ്ങനില്ല. അപ്പൊ എല്ലാ അമ്മായിമ്മമാരും മരുമക്കളും അല്ലേ? അങ്ങനെ ആക്ച്വലി അങ്ങനെ ഒരു വേർതിരിവിന്റെ ആവശ്യമില്ല ശരിക്കും. മക്കളും അമ്മമാരും അത് തന്നെ. കാരണം നമ്മൾ കൂടുതൽ കാലം നമ്മുടെ അമ്മമാരെക്കാളും കൂടുതൽ കാലം സ്പെൻഡ് ചെയ്യുക ഇവരുടെ കൂടെയാണ്. അപ്പോൾ ശരിക്കും ആ ഒരു ടേമിന്റെ ആവശ്യം തന്നെ ഇല്ല എന്നാണ് നമുക്ക് തോന്നുക. ചിലരുടെ ഒക്കെ ഉള്ളൂ പ്രശ്നങ്ങളുള്ളത്. നമ്മളിത് പറയുമ്പോൾ പറയും, പ്രേക്ഷകർ പറയും ചില അമ്മായിമ്മമാരും അതെന്താ ഇപ്പം ഞങ്ങൾ അമ്മായിമ്മമാരെ കുറിച്ച് മാത്രം എന്താ ഇവരിങ്ങനെ പറയുന്നത്? അങ്ങനെയല്ല കേട്ടോ, മരുമക്കളും നിങ്ങളും അവരെ അങ്ങോട്ട് നല്ലപോലെ സ്നേഹിക്കുക. സ്നേഹം കൊടുത്താലേ സ്നേഹം കിട്ടുള്ളൂ. തീർച്ചയായിട്ടുള്ളൂ. ഈ സ്നേഹവും ബഹുമാനവും അതേപോലെ പരസ്പരം ആ ഒരു പ്രശ്നമില്ലാതെ അങ്ങ് പോയിക്കോളും. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോഴാണ് എന്താ പറയാ, അത് ഭയങ്കര നമുക്ക് കേൾക്കുമ്പോഴും ഒരു സന്തോഷമാണ്. കാരണം ആ ഒരു സ്നേഹത്തിൽ നിൽക്കണമെന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. എല്ലാവർക്കും ആ ഒരു രീതിയിൽ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ. നെക്സ്റ്റ് ഇനി നമുക്ക് മാംഗോ ഇടാട്ടോ. മാങ്ങ നല്ല പഴുത്ത മാങ്ങയാണേ ഇരണ്ടത്. ഇതും ഇട്ട് കൊടുക്കാം. നല്ല ഭംഗിയുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ഓഫ് ചെയ്യണം കേട്ടോ. നമുക്ക് ഇനി ഇത് മാങ്ങ ഇട്ടിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അവിടെ കിടന്നോട്ടെ അല്ലേ. ഇനി നമ്മള് ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? വേറെ എന്തെങ്കിലും? എനിക്ക് ഞാവൽപ്പഴവും ബ്ലൂബെറി ഒക്കെയാണ് ഓർമ്മ വരുന്നത്. പക്ഷെ ഇത് നമ്മുടെ സാധാ ഗ്രേപ്പ് ആണ് കേട്ടോ. കുരുണ്ടോ? ഇല്ലില്ല, കുരുവില്ലാത്ത മുന്തിരിങ്ങയാണ്. കുറച്ച് വലുതാണ്. വലിയതായിട്ട് അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. ഓക്കെ. നിങ്ങൾക്ക് കളർഫുൾ ആക്കാൻ കളർഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളേഴ്സ് ഒന്നും ഇതിൽ ചേർക്കേണ്ടതില്ല. ആവശ്യമില്ല കേട്ടോ. ഇപ്പം മഞ്ഞ മാങ്ങ, കറുത്ത മുന്തിരി, ചുവന്ന അനാറ്, ഇനി മഞ്ഞ മാങ്ങ പറഞ്ഞു. ഇനി പിന്നെന്താ? വെള്ളയല്ല, ഒരു ഓഫ് വൈറ്റ് പഴം, വെളുത്ത പഞ്ചസാര. ഇനി വെളുത്ത പഞ്ചസാര. ഇനി ഇതിലൊരു 3 ആൾക്കാർ വെയിറ്റിംഗ് ആണ്, ഒരു 3 സാധനങ്ങൾ, അവർക്കും കളർ ഉണ്ട്. ഇനി ഇതിന്റെ ഒരു അലങ്കാരപ്പണികൾ. ആക്ച്വലി ഈ ഗാർണിഷിങ് നല്ല രസമാണ്. താല്പര്യം ഉണ്ടോ? ഇങ്ങനെ നമുക്ക് അതൊരു കാണുമ്പോൾ ഒരു ഭംഗിയാണ്. ഇനി നമുക്ക് ഇത് പിസ്തയാണ് കേട്ടോ. ഓക്കെ. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് മാക്സിമം യൂസ് ചെയ്യാം അല്ലേ? എന്തൊക്കെ ഉണ്ടെങ്കിലും അല്ല, കിവി ആ ടൈപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. വളരെ നല്ലതാണ് കേട്ടോ. നല്ലതാണ്. നമ്മൾ പറഞ്ഞ പോലെ കൗണ്ട് കൂട്ടാനൊക്കെ ഏറ്റവും നല്ല സംഭവമാണ് ഈ കിവി എന്ന് പറയുന്നത്. പക്ഷെ അതിന് ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല കേട്ടോ. ശരിയാ, പക്ഷെ ടേസ്റ്റ് ഉള്ള സാധനങ്ങൾ ഹെൽത്തി ആവണം എന്നല്ല. അതെ, കിവിന്റെ കാര്യം മാത്രമല്ല, ഇപ്പൊ എല്ലാവരും ഡയറ്റ് ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പം ചിലർ പറയും ഡോക്ടർ ഞാൻ ഡയറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർ ഡയറ്റ് ചെയ്യാറുണ്ടെന്ന് പറയും. പക്ഷെ അവരെങ്ങനെയാണ് ഡയറ്റ് ചെയ്യുന്നത്? അവർ നൈറ്റിലത്തെ ഫുഡ് സ്കിപ്പ് ചെയ്ത്, ഉച്ചക്കലത്തെ ഫുഡ് സ്കിപ്പ് ചെയ്ത് അങ്ങനെയൊക്കെയാണ്. പക്ഷെ അങ്ങനെയല്ല ശരിക്കുള്ള ഡയറ്റിംഗ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാക്കത്തതേ ഉള്ളൂ. നിങ്ങൾ ശരിക്കും ഒരു ഡയറ്റീഷ്യനെ കണ്ട് അവരുടെ ഒരു അഡ്വൈസോട് കൂടിയാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അല്ലാതെ നമ്മൾ ഈ പറയുന്ന പോലെ എവിടെയെങ്കിലും കേട്ട് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഒരിക്കലും നിങ്ങൾ ഡയറ്റ് എടുക്കാൻ നിൽക്കരുത്. പിന്നെ നമ്മൾ ഡയറ്റ് എടുക്കുമ്പോൾ ചിലർ വെറുത്ത് പോകും. ഡയറ്റ് എടുത്തിട്ട് പറയും എനിക്ക് ഡയറ്റ് എടുക്കാൻ വയ്യാന്ന്. പക്ഷേ ടേസ്റ്റി ആയിട്ടുള്ള ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് ഡയറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു എന്താ പറയുക, താല്പര്യം ഇഷ്ടത്തോടുകൂടി നമുക്ക് ഡയറ്റ് എടുക്കാൻ പറ്റും. അപ്പം നമുക്കിനി ക്യാഷ്നട്ട് ഇട്ടാലോ? ഇത് ആക്ച്വലി ഈ പറഞ്ഞ പോലെ പാലും പഴങ്ങളും ഒരു ഫ്രൂട്ട് സലാഡ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈപ്പിൽ തന്നെയാണ്. എന്നാൽ ഡെസേർട്ട് ആണോ അതാണ്, പായസമാണോ അതാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സെമി ഫ്ലൂയിഡ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ്. ഇപ്പോൾ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡ്രിങ്ക് ആയിട്ട് യൂസ് ചെയ്യേണ്ട ആൾക്കാർക്ക് പാലിൻ്റെ അളവ് കൂട്ടാം, സേമിയയുടെ അളവ് കുറയ്ക്കാം. സേമിയൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഒരു തിക്നെസ് കൂടും അല്ലേ. അപ്പോൾ പാലിൻ്റെ അളവ് കൂട്ടിയിട്ട് സേമിയയും ഫ്രൂട്ട്സും അതിനനുസരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വിതറിയിടുന്ന രീതിക്ക്. ഇനി വേണമെങ്കിൽ ചിയാ സീഡൊക്കെ യൂസ് ചെയ്യേണ്ട ആൾക്കാരുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്താണോ കൂടുതൽ ഹെൽത്തി ആയിട്ട്, ഈ പാലിന് പിരിപ്പിക്കാത്ത എന്തും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ ഓറഞ്ച് പോലെയുള്ള വളരെ പുളിയുള്ള സിട്രിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് യൂസ് ചെയ്യാതെ
ഈ ഒരു ടൈപ്പിൽ. അപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഭംഗിയുണ്ട് അല്ലേ. പിന്നെ നമുക്കിത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കൂളാക്കിയിട്ട് കഴിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ അല്ലാതെ ത്രോട്ടിന് എന്തെങ്കിലും പെട്ടെന്ന് ഇൻഫെക്ഷൻ ആയിട്ടൊക്കെ വരാൻ സാധ്യതയുള്ളവർക്ക് ഹോട്ടായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇനി ഡോക്ടർ പറഞ്ഞ പോലെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രീസ് ചെയ്ത് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ല ഇങ്ങനെ തന്നെ കുറച്ച് നേരിയൊരു ചൂടോടുകൂടി കഴിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നല്ലൊരു ഡ്രിങ്കായിട്ട് യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത് നമുക്കൊന്ന് ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഓരി എടുക്കുമ്പോൾ തന്നെ മാക്സിമം ഫ്രൂട്ട്സ് ആണ് കൂടുതലായിട്ട് വരാൻ, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇതിലും ഒന്ന് ഒരു ഡെക്കറേഷനൊക്കെ കൊടുക്കാം കേട്ടോ. ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്ന ഫ്രൂട്ട്സുകൾ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നോമ്പായതുകൊണ്ട് ഞാൻ ആ ഇഷ്ടം തൽക്കാലത്തേക്ക് അങ്ങനെ ഒന്നും പറയില്ല. ഇത് കേക്കിലെ ചെറി, ഇതേപോലെ ഡെസേർട്സിലെ ചെറി, അത് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ഡോക്ടർക്ക് ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിഷ്ടമാണ്. ഇങ്ങനെ കുത്തി നൈസ്. വേണമെങ്കിൽ ഒന്നുകൂടെ ഭംഗിയാക്കാൻ നമുക്ക് കുറച്ചുകൂടെ അനാറും കൂടെ അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ഇടണം കേട്ടോ. എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ്, നിങ്ങൾ എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്തതെന്നും കൂടി. കാര്യം തണുപ്പിക്കുമ്പോഴാണോ ടേസ്റ്റ്, ചൂടോടുകൂടിയാണോ ടേസ്റ്റ്, അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്. ഇത് പറഞ്ഞ പോലെ തന്നെ കാണാൻ മാത്രമല്ല ഗുണത്തിലും ഇവൻ കേമനായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. അതെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ നിങ്ങൾക്കിത് ചൂടോടെയാണോ അതല്ല തണുപ്പിച്ചിട്ടാണോ? ചിലർ പായസം വരെ തണുപ്പിച്ച് കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പരിചയമുണ്ടോ? ഇല്ല, എനിക്കിഷ്ടം. എന്താ അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റിലൂടെയോ നിങ്ങളുടെ ആ ഒരു അഭിപ്രായങ്ങളൊക്കെ നമ്മളെ അറിയിക്കാം. അപ്പോൾ ഡോക്ടർ നമുക്ക് ഇന്ന് ഉണ്ടാക്കി തന്നിട്ടുള്ള ഈ ഒരു ഡിഷിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അപ്പോൾ എന്തായാലും പ്രേക്ഷകർ ഉണ്ടാക്കി നോക്കുക. ഈ ഒരു നോമ്പിന് ഫാസ്റ്റിങ്ങിൻ്റെ ശേഷം അത്യാവശ്യം എന്താ പറയുക, ഒരു ഹെവി ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ നമ്മൾ അറിയിക്കാം. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പെട്ടെന്ന് അവസാനിച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സമയം പോകുന്നത് അറിയില്ല. എനിവേ, താങ്ക് യു, നൈസ് മീറ്റിംഗ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ വീണ്ടും ഒരുപാട് ഡിഷസുമായിട്ട് ഡോക്ടർ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും അസ്സലാമു അലൈക്കും.